നമസ്കാരം. വിങ്സ് ഓഫ് സയൺ എന്ന് പറയുന്ന ഒരു പ്ലെയിനിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ പ്രസിഡൻറ്റും ഒക്കെ സഞ്ചരിക്കുന്നതായ ഇസ്രായേലിൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലെയിനാണ്. അത് ഈ കഴിഞ്ഞ ദിവസം വാർത്താ പ്രാധാന്യം നേടിയ ഒന്നാണ്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം UN പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ യൂറോപ്പിൻ്റെ ആകാശത്തിലൂടെ പറക്കാതെ അത് റൂട്ട് മാറി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റം ചുമത്തി, അതായത് വാർ ക്രിമിനലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പല രാജ്യങ്ങളും തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ യൂറോപ്പിൻ്റെ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ തുനിയാതെ മാറി സഞ്ചരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും UN പോയി പ്രസംഗിച്ച ബെഞ്ചമിൻ നെതന്യാഹു അവിടെ പ്രസംഗിക്കാനായിട്ട് ചെന്ന സമയത്ത് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന് വിരോധികളായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന് വിരോധികളായിട്ടുള്ള ആൾക്കാർ അവിടെ എഴുന്നേറ്റ് നിന്ന് ഇദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഇദ്ദേഹത്തെ കൂവി വിളിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവിടുന്ന് കുറേ പേര് അവിടുന്ന് ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാതെ ഇറങ്ങിപ്പോകുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വളരെ ശക്തമായ ഒരു രാജ്യം നിലനിൽക്കെ അതിനോട് ചേർന്ന് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് UK പോലുള്ള രാജ്യങ്ങളൊക്കെ അതിനെ പിന്തുണയ്ക്കുന്നു. മറ്റനേക രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതായിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും, ഇന്ന് പല രാജ്യങ്ങളും മാധ്യമങ്ങളും ഇസ്രായേലിനെ കാണുന്നത് ഒരു വില്ലനായിട്ടാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, വംശഹത്യ നടത്തുന്നതായ ഒരു രാജ്യം, ഒരു വില്ലൻ എന്നുള്ള നിലയിലാണ്. ഇസ്രായേലിലേക്ക് കയറി ഹമാസ് അവരുടെ നരനായാട്ട് നടത്തിയ സമയത്ത് ക്രൂരത എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായ ക്രൂരത അവിടുത്തെ ജനതയോട് കാണിച്ചു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്നതായിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ റേപ്പ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ക്രൂരതകൾ അവർ നടത്തി അവിടെ. അതിൻ്റെ തിക്താനുഭവം, അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്നതായ ഈ ക്രൂരകൃത്യം കണ്ട് വിറങ്ങലിച്ചു പോയ ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർ ഇസ്രായേലിൻ്റെ തിരിച്ചടിയെ അവർ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ആദ്യ സമയങ്ങളിൽ ഇസ്രായേലിന് വലിയ പിന്തുണയായിരുന്നു. ലോകരാജ്യങ്ങളെല്ലാവരും തന്നെ പറഞ്ഞു ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ തിരിച്ചടിച്ചു. എന്നാൽ ഇന്ന് അത് കളം മാറി എന്ന് കാണാൻ സാധിക്കും. ഇന്ന് ആ ചിത്രമൊക്കെ മാറിയിട്ട് ഇന്ന് ഇസ്രായേൽ ഒരു വില്ലൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണം, അതുപോലെ തന്നെ ആ രാജ്യത്തെ ഇസ്രായേൽ അംഗീകരിക്കണം, ഈ യുദ്ധം നിർത്തലാക്കണമെന്നാണ് പറയുന്നത്. ഈ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം UN പ്രസംഗിച്ച സമയത്ത് പോലും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഹോസ്റ്റേജസിനെ അവർ തിരികെ തരിക, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ഞങ്ങളിലെ ആൾക്കാരെ തിരികെ തന്നാൽ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുമെന്നുള്ളതാണ്. ഈ പിടിച്ചുകൊണ്ടുപോയ ഹോസ്റ്റേജസിൻ്റെ ജീവനെക്കുറിച്ച് വിലപിക്കാതെ പലപ്പോഴും വിലപിക്കുന്നത് അവിടെ മരിച്ചുപോയ ആൾക്കാരെക്കുറിച്ചാണ്. അതായത് നേരാണ്, അവിടെ ഈ പറയുന്നതായിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ മരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിന് പരിഹാരം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. അതിലെ യഥാർത്ഥമായിരിക്കുന്ന പരിഹാരത്തെ ഇവരാരും സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. ഹമാസ് യുദ്ധം നടത്തിയാൽ ഈ പ്രശ്നം തീർന്നു. ഹമാസിന് ഈ യുദ്ധത്തെ എന്ത് ചെയ്യാം, നിസ്സാരമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും. അവർ പിടിച്ചുകൊണ്ടുപോയ ജൂതരെ തിരികെ കൊടുത്താൽ ഈ വിഷയം ഇവിടെ തീർന്നു. പിന്നെ ഒരാൾ പോലും അവിടെ മരിക്കില്ല. അത് ഇസ്രായേൽ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ അതിനെ അംഗീകരിക്കാതെ ഹമാസ് എന്ത് ചെയ്യണം, വീണ്ടും എന്ത് ചെയ്യണം, അതിന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നതാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഇനി ഹമാസ് എന്ത് ചെയ്യാൻ പാടില്ല, ഹമാസ് അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റൊരു തീവ്രവാദ സംഘടന തങ്ങളുടെ രാജ്യത്ത് കടന്ന് അല്ലെങ്കിൽ തങ്ങളുടെ ആൾക്കാരെ കൊല്ലാനായിട്ട് മുതിരാൻ പാടില്ല എന്നുള്ളത്, അത്രയും ധൈര്യം കാണിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ പാഠമായിരിക്കണം ഈ യുദ്ധം എന്നുള്ള നിലയിലാണ് അവരതിനെ കാണുന്നത്. ഈ യുദ്ധം എന്ന് പറയുമ്പോൾ ഹമാസിനെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഖത്തറിൽ കഴിഞ്ഞിടക്ക് നടന്ന സംഭവം. ഈ നരനായാട്ട് നടത്താനൊക്കെയുള്ള എല്ലാവിധ സപ്പോർട്ടും ലൈസൻസും എല്ലാ പ്രോത്സാഹനവും ചെയ്തു കൊടുക്കുന്നതായിരിക്കുന്ന ഈ ഹമാസിൻ്റെ നേതാക്കന്മാർ സുരക്ഷിതമെന്ന് കരുതിയ ഖത്തറിലേക്ക് കൊണ്ടുപോയി ബോംബിട്ട് അവരെ കൊന്നു. അത് ഒരു പാഠമാണ്, അതൊരു താക്കീതാണ്. കാരണം ഇതുപോലെ തന്നെ തുർക്കിയിലും പോയി കുറേ എണ്ണം ഇരിപ്പുണ്ട്. ഒരു ദിവസം അവരുടെയും തലയിൽ കൊണ്ടുപോയി ഇടും എന്ന് ഇസ്രായേൽ പറയാതെ പറയുന്നത്. കാരണം ഈ അമേരിക്കയുടെ സപ്പോർട്ടോട് നിൽക്കുന്നതായ ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. അമേരിക്കയുടെ വലിയ സൈനിക താവളമുണ്ട്. അപ്പോൾ ഇവർ കരുതിയത് എവിടെ കൊണ്ടുപോയി ഒന്നും ചെയ്യല, ഇസ്രായേൽ എന്ത് ചെയ്യല, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായത് കാരണം അമേരിക്കയുടെ സംരക്ഷണയിലുള്ള ഒരു രാജ്യത്ത് കൊണ്ടുപോയി ബോംബിടിക്കുകയില്ലെന്നാണ് അവർ കരുതിയത്. എന്നാൽ അവർക്ക് തെറ്റി.
ട്രംപിൻ്റെ അനുവാദത്തോടുകൂടി തന്നെ എന്ത് ചെയ്തു, കൊണ്ടുപോയി ഹമാസിൻ്റെ മേലാളന്മാരുടെ, അതായത് ഹമാസിൻ്റെ നേതാക്കന്മാരുടെ തലയിൽ കൊണ്ടുപോയി തന്നെ ബോംബിട്ട് കൊന്നു. അപ്പോൾ ഇത് തുർക്കിയിലുള്ളവർക്ക് ഒരു വാണിംഗ് ആണ്. അവിടെ ഇരിക്കുന്നവരുടെ തലയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇടും വേണമെന്ന് വെച്ചാൽ. അമേരിക്ക ഇസ്രായേലിനോടുകൂടി നിൽക്കുന്ന അത്രയും കാലം ഒരു ശക്തിയും എന്ത് ചെയ്യില്ല, ഇസ്രായേലിനെ അടിക്കാനായിട്ട് തുനിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിനുള്ള ധൈര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ പോലും ഒരു പരിധിവരെ അടിച്ചു നീക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന് അവരെ പല വാറുകളിൽ തെളിയിച്ചതാണ്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവർ എന്ത് ചെയ്യില്ല, അത്രയുള്ള ധൈര്യമൊന്നും കാണിക്കില്ല. ഈ അറബ് രാജ്യങ്ങളൊന്നും ഇനി എന്ത് ചെയ്യില്ല, അടിക്കാനായിട്ട് തിരിയില്ല എന്നുള്ളത് സത്യമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അവിടെ പാറ്റൻ ടാങ്കും അതുപോലുള്ള സാധനമൊക്കെ ആയിട്ട് സന്നാഹമൊക്കെ ആയിട്ട് അതിനപ്പുറം നിൽക്കുന്നു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ കല്ലെടുത്ത് പോലും എറിയാനായിട്ട് എന്ത് ചെയ്യില്ല, അവർ തുനിയൽ, അവർ ധൈര്യം കാണിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ചരിത്രം അവരെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെതിരായിട്ട് അവർ യുദ്ധത്തിന് വന്നിട്ട് അവർ തോറ്റോടിയ ചരിത്രമാണ് അവർക്ക് പറയാനുള്ളത്. മാത്രമല്ല അവരുടെ കയ്യിൽ നിന്ന് പലതും നഷ്ടമായി എന്നുള്ളത്. പിന്നീട് ഇസ്രായേൽ അതൊക്കെ തിരിച്ചു കൊടുത്തു, എന്നിട്ട് നിർത്തിയിരിക്കുന്നതാണ്. പാലസ്തീൻ്റെ ഭരണകാര്യത്തിലെ നേതാവായിരിക്കുന്ന മഹ്മൂദ് അബ്ബാസ് അദ്ദേഹം പറയുന്ന കാര്യം, ഗാസ ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു പാലസ്തീൻ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗാസ ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു പാലസ്തീൻ രാജ്യത്തെ ഇനി ഗാസേനെ ഇസ്രായേൽ തിരിച്ചു കൊടുക്കുമെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ഇസ്രായേൽ മിക്കവാറും അത് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ അതൊരു മറ്റൊരു പ്രദേശമായിട്ട് ഇസ്രായേൽ തന്നെ എന്ത് ചെയ്യും, അതിനെ അവർക്കൊരു ത്രെട്ടായിട്ട് വരാതെ വണ്ണം സൂക്ഷിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒഴിപ്പിക്കുന്നതായിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഗാസയിലെ തന്നെ പല പ്രദേശങ്ങളിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കൊക്കെ എന്ത് ചെയ്യും, ഇസ്രായേൽ അവരുടേതായ ജൂതന്മാരെ കൊണ്ടുവന്ന് പാർപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഗാസയ്ക്ക് ഈ ഗതി വരുമായിരുന്നു. ഗാസയിൽ ഇത്രയും പ്രദേശം ഇവർക്ക് നഷ്ടമാകുമായിരുന്നു. ചിന്തിച്ച് നോക്കിയാൽ മതി. ഇത്രയും പാലസ്തീനികൾ അവിടം വിട്ട് പലായനം ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറി അവരെ ആക്രമിച്ച് അവരുടെ സ്ത്രീകളെയും കുട്ടികളോടും ഇത്ര വലിയ ക്രൂരത ചെയ്ത് തിരിച്ചു എന്ന ഈ പറയുന്ന തീവ്രവാദികളെ അവർ കരഘോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചതെന്നുള്ളതാണ്. അതിൽ കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും കളം മാറി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞപ്പോഴേക്കും ആ ചിത്രമല്ല പിന്നെ വരുന്നത്, നിലവിളിയുടെയും പ്രയാസങ്ങളുടെയും ചിത്രമാണെന്ന് കാണാനായിട്ട് സാധിക്കും. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എവിടെയാണെങ്കിലും നിങ്ങൾ ഓർത്തുകൊള്ളുക, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി നിങ്ങൾ ഒളിച്ചാലും ഹമാസിനെ ഞങ്ങൾ ഹമാസിൻ്റെ നേതാക്കന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യും, തിരഞ്ഞു പിടിച്ച് വേട്ടയാടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവസാനത്തെ ഹമാസുകാരന് മരിക്കുന്നത് വരെ അവരെന്ത് ചെയ്യും, യുദ്ധം ചെയ്യും എന്നുള്ള നിലയിലാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ഏക മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും ഇസ്രായേലിൻ്റെ ആയുധ സംവിധാനങ്ങളെല്ലാം എന്ത് ചെയ്തു, ഒന്ന് മയങ്ങിയ സമയത്താണ് ഒക്ടോബർ 7 സംഭവിച്ചതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഗോൾഡ മേയർ പറയുന്ന പ്രസ്താവന വളരെ ശ്രദ്ധേയമാവുന്നത്. അറബികൾ അവരുടെ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ പീസ് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. എന്നാൽ ഇസ്രായേലാണ് താഴെ വെക്കുന്നതെങ്കിൽ ഇസ്രായേൽ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. അത് സത്യമാണ് എന്ന് ചരിത്രം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഒക്ടോബർ 7. ഇപ്പോൾ ഈ കഴിഞ്ഞിടക്ക് സെപ്റ്റംബർ 8 6 ഇസ്രായേലികളെ അവിടെ കൊന്നു. 2 തീവ്രവാദികൾ ചെന്ന് ചെയ്ത പരിപാടിയാണ്. അതിൻ്റെ റിട്ടാലിയേഷൻ എന്നുള്ള നിലയിലാണ് ഖത്തറിൽ കൊണ്ടുപോയി എന്ത് ചെയ്തത്, ഇസ്രായേൽ ബോംബിട്ട് ഈ ഹമാസിൻ്റെ നേതാക്കന്മാരെ കൊന്നുകളഞ്ഞത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വൈര്യമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ അയൺ ഡോം എന്ന് പറയുന്നതായ ഒരു പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ആ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു മിസൈൽ ചെന്ന് ഈ പറയുന്നതായ ഒരു മിസൈലിനെ എതിരെ വരുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന മിസൈലിനെ പൊട്ടിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് നഷ്ടമാകുന്നത്. അത് അവസാനിപ്പിക്കാനായിട്ട് അവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വികസിപ്പിച്ച ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്, അതാണ് അയൺ ബീം എന്ന് പറയുന്നത്. അതിന് $2 ചിലവാകുള്ളൂ എന്ന് പറയണം. ഒരു മിസൈലിനെ പൊട്ടിക്കാനായിട്ട് $2 ചിലവാകുള്ളൂ എന്ന് പറയുന്നത്. അത്രയും തീരെ കോസ്റ്റ് കുറഞ്ഞ നെല്ലിപ്പന്മാരെ എന്ത് ചെയ്യാം, ഈ വരുന്ന റോക്കറ്റുകളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. അത് ഇസ്രായേലൊരു ആശ്വാസമാണ്. അതെന്താണ്, എത്രയൊക്കെ വിട്ടാലും ഈ സാധനം എന്ത് ചെയ്യും, പ്രകാശ വേഗത്തിൽ ചെന്നതെല്ലാം തകർത്ത് കളയും. ഇങ്ങനെയുള്ള പുതിയതായിരിക്കുന്ന വെപ്പൺസ് ഇസ്രായേലിനെ കൊണ്ട് കണ്ടുപിടിപ്പിക്കാനായിട്ട് കാരണമായി തീരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രതിസന്ധിയാണ്. അവർക്കതല്ലാതെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലിനെ കൊണ്ട് അയൺ ബീമിനെ കണ്ടുപിടിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിരിക്കുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നിവൃത്തിയില്ല. അവർക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യണം, അവർ കണ്ടുപിടിക്കുകയാണ് പുതിയ ആയുധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. പാലസ്തീൻ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഇസ്രായേലിലെ ജൂതന്മാരോട് ഗാർഡിയൻ്റെ റിപ്പോർട്ടർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്, അതായത് ഗാസയും അതുപോലെ തന്നെ പാലസ്തീൻ, ഗാസയും വെസ്റ്റ് ബാങ്കിനെയൊക്കെ ഇസ്രായേലുമായിട്ട് വേർതിരിക്കുന്നതായിരിക്കുന്ന അതിരെ, അത് ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, ഈ ഇസ്രായേലികൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലൈൻ ഒരു മിത്താണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം
അത് ഞങ്ങളുടേതാണ്, ഈ രാജ്യം എന്ന് പറഞ്ഞാൽ, ഈ ദേശം എന്ന് പറഞ്ഞാൽ ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ്, ഇത് ഞങ്ങളുടേതാണ് എന്നാണ് പറയുന്നത്. അതിലൊരു സ്ത്രീ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്ത് ചെയ്യും, മൂന്നാമത്തെ ദേവാലയം പണിയും എന്നാണ് പറയുന്നത്. അവരുടെ മൂന്നാമത്തെ ദേവാലയം അവർ പണിയാൻ വേണ്ടി പോകുന്നത് ടെമ്പിൾ മൗണ്ടിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗാർഡിയൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ടെമ്പിൾ മൗണ്ടിൽ മോസ്ക് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്ന കാര്യം രണ്ടും ഒരുമിച്ച് പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഇസ്രയേലിയരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറയും. ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതന്മാരൊന്നും ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷനൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. മറ്റൊരു രാജ്യത്തെ അവരുടെ ദേശം എന്ന് പറയുന്ന പ്രദേശത്ത് മറ്റൊരു രാജ്യത്തെ അവർ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ സമാന്തരമായിട്ട് മറ്റൊരു യുദ്ധം ഈ കാലയളവിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ പുട്ടിനും സെലൻസ്കിയും തമ്മിലുള്ള യുദ്ധം. അത് തുടങ്ങിയിട്ട് എത്രയോ വർഷമായി, എത്രയോ മനുഷ്യരെന്ത് ചെയ്തു, മരിച്ചു അല്ലേ? 10,000-കണക്കിന് ആൾക്കാരവിടെ മരിച്ചു. ഈ ഗാസയിൽ മരിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ അവിടെ മരിച്ചു. പക്ഷേ അവരുടെ ജീവനെക്കുറിച്ചോ അവരുടെ കുട്ടികളെക്കുറിച്ചോ അവിടുത്തെ സ്ത്രീകളെക്കുറിച്ചോ അമ്മമാരെക്കുറിച്ചോ വിലപിക്കാൻ ആരുമില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഈ ഗാസ ഇസ്രയേൽ പ്രശ്നത്തിന് കിട്ടുന്നതായിരിക്കുന്നതായ ഒരു ഹൈപ്പുണ്ടല്ലോ, ആ ഹൈപ്പൊന്നും ഈ യുക്രൈൻ റഷ്യ വിഷയത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ മരിക്കുന്ന ജീവനുകളുടെ വിലയും ഈ ഗാസയിൽ മരിക്കുന്ന ജീവനുകളുടെ വിലയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൂക്കം ഗാസയിൽ മരിക്കുന്ന ജീവനുകൾക്കാണെന്ന് കാണാൻ സാധിക്കും. അവിടെ മരിച്ച സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ച് വിലപിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്, ഒരു മാധ്യമങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഇവിടെ എതിരിൽ നിൽക്കുന്നതായിരിക്കുന്നതായ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ എല്ലാവരുടെയും ഒരു നോട്ടപ്പുള്ളിയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെതിരായിട്ട് ശബ്ദിക്കാൻ 1000 നാവുകളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അതാണ് ഈ വിഷയം ഇന്നും കത്തി ജ്വലിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒറ്റ കാര്യമല്ല, ആ ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കുക, യുദ്ധം അവസാനിച്ചു, പിന്നെ പ്രശ്നം ഉണ്ടാകില്ല എന്ന് നെതന്യാഹു തന്നെ UN പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞു.